നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ജീവനൊടുക്കിയ 42 കർഷകരുടെ കുടുംബങ്ങൾക്ക് സഹായധനമായി നൽകിയത് 44 ലക്ഷം രൂപയെന്ന് സംസ്ഥാന സർക്കാരിന്റെ കണക്ക്. നിയമസഭയിൽ പ്രതിപക്ഷം MLA ടി സിദ്ദിഖിന്റെ നക്ഷത്ര ചിഹ്നമിടാതെയുള്ള ചോദ്യത്തിന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ഫെബ്രുവരി 2-നാണ് ഈ മറുപടി മന്ത്രി MLAക്ക് നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ കാലിത്തൊഴുത്ത് പണിയാൻ ചെലവഴിച്ചതും 44 ലക്ഷം രൂപയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നതിനിടെയാണ് ഈ കണക്കു പുറത്തു വന്നത്. സംസ്ഥാനത്ത് ഒന്നാം പിണറായി സർക്കാർ 2016-ൽ അധികാരത്തിലെത്തിയ ശേഷം മുതലുള്ള കണക്കാണ് പ്രതിപക്ഷ അംഗം ചോദിച്ചത്. 2016-ൽ ഒരു കർഷകൻ മാത്രമാണ് ജീവനൊടുക്കിയത്. ഏറ്റവും കൂടുതൽ കർഷകർ ജീവനൊടുക്കിയത് 2019-ലായിരുന്നു. 13 കർഷകർ. 9 കർഷകർ 2023-ൽ ജീവനൊടുക്കി. 2017-ൽ ഒരാളും 2018-ൽ 6 പേരും 2020-ൽ 4 പേരും 2021-22 വർഷങ്ങളിൽ 3 പേർ വീതവും 2024-ൽ ഇതുവരെ 2 പേരും ജീവനൊടുക്കിയെന്ന് കൃഷി വകുപ്പ് മന്ത്രിയുടെ മറുപടിയിൽ അനുബന്ധമായി ചേർത്ത പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.